എല്ലാവർക്കും നമസ്കാരം. പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ 20.6 പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പോഷൻ ട്രാക്കറിൻ്റെ പുതിയ വെർഷൻ 20.6 വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പുതിയ വെർഷനിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങളിലൊന്നാണ് സ്റ്റോക്ക് രജിസ്റ്റർ. അതായത് ആക്ഷൻ സെൻറ്റർ എന്ന ഒരു ഭാഗത്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് പുതിയൊരു സ്റ്റോക്ക് രജിസ്റ്റർ എന്നൊരു രജിസ്റ്റർ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ THR അതുപോലെ തന്നെ HCM എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് THR HCM എന്നതിൻ്റെ സ്റ്റോക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറക്ക് അത് നിങ്ങളെ NNM ഹെൽപ്പ് ഡെസ്കിൽ നിന്നും അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു രജിസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ടേക്ക് ഹോം റേഷൻ എന്ന ഒരു ഓപ്ഷൻ അഥവാ THR എന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇതേ രീതിയിൽ ബെനിഫിഷ്യറി ടൈപ്പ് എന്ന ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റ് മദർ, ചിൽഡ്രൻ 6 to 3, അതുപോലെ തന്നെ ചിൽഡ്രൻ 3 to 6, സാം ചിൽഡ്രൻ, അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ, അഡോളസെന്റ് ഗേൾസ് എന്നിങ്ങനെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ സൈഡിലായിട്ട് 3 കോളങ്ങൾ കാണാൻ സാധിക്കും. സ്റ്റോക്ക് റിക്വയർഡ്, അതുപോലെ തന്നെ സ്റ്റോക്ക് റിസീവ്ഡ്, സ്റ്റോക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നിങ്ങനെ 3 കോളങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ആഡ് സ്റ്റോക്ക് റിസീവ്ഡ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലാണ് നമുക്ക് സ്റ്റോക്ക് റിസീവ് ചെയ്തതിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ ഓരോ ഗുണഭോക്താവിൻ്റെ കാറ്റഗറി അനുസരിച്ച് റിസീവ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ വിവരങ്ങൾ നമുക്കിവിടെ രേഖപ്പെടുത്താൻ സാധിക്കും. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റോക്ക് റിസീവ്ഡ് ഡേറ്റ് എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ എന്നാണോ സ്റ്റോക്ക് റിസീവ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡേറ്റ് അവിടെ രേഖപ്പെടുത്താൻ സാധിക്കും. അതിനുശേഷം ആഡ് സ്റ്റോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് പുറകിലോട്ട് പോകുന്നതിനായിട്ട് മുകളിലുള്ള ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലോട്ട് വരാൻ സാധിക്കും. അതേപോലെ തന്നെ HCM എന്ന ഒരു ഭാഗത്തും ഇതേ രീതിയിൽ ബെനിഫിഷ്യറി ടൈപ്പ് എന്നൊരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ സൈഡിലായിട്ട് ഇതേ രീതിയിൽ 3 കോളങ്ങൾ കാണാൻ സാധിക്കും. സ്റ്റോക്ക് റിക്വയർഡ്, സ്റ്റോക്ക് റിസീവ്ഡ്, സ്റ്റോക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നിങ്ങനെ 3 കോളങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആഡ് HCM സ്റ്റോക്ക് റിസീവ്ഡ് ഇൻ പാക്കറ്റ്സ് എന്നൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആഡ് HCM സ്റ്റോക്ക് റിസീവ്ഡ് ആസ് റേഷൻ എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ രണ്ടിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതിനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരികയാണ് ചെയ്യുക. അതിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് റിസീവ്ഡ് ഡേറ്റ് എന്ന ഭാഗത്ത് ഡേറ്റ് രേഖപ്പെടുത്താനും ആഡ് സ്റ്റോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ സ്റ്റോക്ക് രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്നേ ഉള്ളൂ. കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് NNM ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം അത് അറിയിക്കുന്നതായിരിക്കും. കൂടാതെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും നൽകുന്നതായിരിക്കും. മറ്റൊരു മാറ്റം കാണാൻ സാധിക്കുക വെരിഫൈ ആധാർ എന്ന ഒരു ലിസ്റ്റിലാണ്. ആ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ആധാർ അൺവെരിഫൈഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അവരുടെ പേരിൻ്റെ വലതുവശത്തുള്ള ഏറോ മാർക്കിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആധാർ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൽ ആധാർ നമ്പർ പുതിയ വെർഷനിൽ ഇതേ രീതിയിൽ മാസ്ക്ഡ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അതായത് ആധാറിൻ്റെ അവസാനത്തെ 4 അക്കം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം മാസ്ക്ഡ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. മുമ്പുള്ള വെർഷനിൽ നമുക്ക് ഈ ഒരു ആധാർ നമ്പർ മുഴുവനായിട്ടും കാണാൻ സാധിക്കും. ഈ ഒരു വെർഷനിൽ നമുക്ക് അത് ഇതേ രീതിയിൽ മാസ്ക്ഡ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. പുതിയ വെർഷനിൽ പ്രധാനപ്പെട്ട മറ്റു മാറ്റങ്ങൾ കാണാൻ സാധിക്കുക പ്രഗ്നൻറ്റ് വുമൻ്റെ രജിസ്റ്ററിലാണ്. അതായത് ബെനിഫിഷ്യറീസ് രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് പ്രഗ്നൻറ്റ് വുമൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രജിസ്റ്ററിലാണ് നമുക്ക് ആ ഒരു മാറ്റങ്ങൾ കാണാൻ സാധിക്കുക. ഗർഭിണികളുടെ രജിസ്റ്ററിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റ് മദർ എന്ന ഒരു ഓപ്ഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് മുമ്പത്തെ വെർഷനുകളിൽ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റ് മദർ എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചായിരുന്നു ഡെലിവറി ചേർത്തിരുന്നതും അതുപോലെ തന്നെ അബോർഷന്, സ്റ്റിൽ ബർത്ത്, മിസ്കാരേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പുതിയ വെർഷനിൽ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റ് മദർ എന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ഡെലിവറി മാത്രമാണ് ചേർക്കാൻ സാധിക്കുക. സ്റ്റിൽ ബർത്ത്, മിസ്കാരേജ്, അബോർഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചേർക്കുന്നതിനായിട്ട് പുതിയൊരു ഓപ്ഷൻ തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗർഭിണികളുടെ പേരിൻ്റെ നേരെയുള്ള 3 കുത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് മിസ്കാരേജ്, അബോർഷൻ, സ്റ്റിൽ ബർത്ത് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിലാദ്യം നമുക്ക് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരും മറ്റു ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് മിസ്കാരേജ്, അബോർഷൻ, സ്റ്റിൽ ബർത്ത് തുടങ്ങിയ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് മിസ്കാരേജ്, രണ്ടാമത്തേത് 20 ആഴ്ചക്കുള്ളിലുള്ള അബോർഷൻ, മൂന്നാമത്തേത് 20 ആഴ്ചക്ക് ശേഷമുള്ള അബോർഷൻ,
ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സ്റ്റിൽ ബർത്ത് തുടങ്ങിയ ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ വലതുവശത്തായിട്ട് തന്നെ നമുക്ക് 4 ബട്ടണുകളും കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏത് ഓപ്ഷൻ ആണോ നിങ്ങൾക്ക് നൽകേണ്ടത് അതിൻ്റെ സൈഡിലുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് അതിനനുസരിച്ചൊരു ഡേറ്റും നൽകാനുള്ളൊരു കോളം വരും. അതായത് മിസ്കാരേജ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് മിസ്കാരേജ് എന്നൊരു ഓപ്ഷൻ വരും. ഇനി അഥവാ അബോർഷൻ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റ് ഓഫ് അബോർഷൻ എന്നൊരു ഓപ്ഷൻ വരും. ഇനി അഥവാ സ്റ്റിൽ ബർത്ത് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഡേറ്റ് ഓഫ് ഡെലിവറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക. ആ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നിന്നും ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മിസ്കാരേജോ അബോർഷനോ അല്ലെങ്കിൽ സ്റ്റിൽ ബർത്തോ ഒക്കെ ആയിട്ട് ആ ഒരു ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗുണഭോക്താവ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രഗ്നൻറ്റ് വുമൻ്റെ അഥവാ ഗർഭിണികളുടെ രജിസ്റ്ററിൽ നിന്നും ഡീആക്റ്റീവായിട്ട് പോകുന്നതായിരിക്കും. പ്രഗ്നൻറ്റ് വുമൻ്റെ രജിസ്റ്ററിൽ അടുത്തൊരു മാറ്റം കാണാൻ സാധിക്കുക ഡെലിവറി ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് മൈഗ്രേറ്റ് ടു ലാക്ടേറ്റ് മദർ എന്ന ഒരു ഓപ്ഷനിലാണ് നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കുക. അപ്പോൾ ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ നേരെയുള്ള ആ ഒരു 3 കുത്തിൽ തൊട്ട് മൈഗ്രേറ്റ് ടു ലാക്ടേറ്റ് മദർ എന്ന ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലൊരു സ്ക്രീന് ഓപ്പൺ ആയിട്ട് വരും. അതിലേറ്റവും മുകളിലായിട്ട് ആ ഒരു ഗർഭിണിയെ പാലൂട്ടുന്ന അമ്മയിലേക്ക് മാറ്റുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ആ ഒരു ഗർഭിണിയുടെ വിവരങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ഡേറ്റ് ഓഫ് ഡെലിവറി എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ ഡെലിവറി ഡേറ്റ് രേഖപ്പെടുത്തേണ്ടത്. ഡെലിവറി ഡേറ്റ് രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് തെറ്റുകൂടാണ്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കോളത്തിൻ്റെ സൈഡിലുള്ള കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടു താഴെയായിട്ട് പ്ലേസ് ഓഫ് ഡെലിവറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഡെലിവറി അഥവാ പ്രസവം നടന്നിട്ടുള്ളത് വീട്ടിൽ വെച്ചാണോ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ വെച്ചാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ജെൻഡർ ചൈൽഡ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതായത് കുട്ടിയുടെ ജെൻഡർ ഏതാണോ അത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചൈൽഡ് ബർത്ത് വെയ്റ്റും അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത് ഹൈറ്റും ആണ് ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷൻ നീല നിറത്തിലായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ വിവരങ്ങൾ ചേർക്കുന്നതിനുള്ള ആ ഒരു ന്യൂ രജിസ്ട്രേഷൻ ഫോം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ അമ്മയുടെ ആധാർ വിവരങ്ങളും മൊബൈൽ വിവരങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൽ ഫില്ലായിട്ട് വരുന്നതായിരിക്കും. അത് പിന്നീട് നമ്മൾ എൻട്രി ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമ്മൾ കുട്ടിയുടെ പേര് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിലിനി രേഖപ്പെടുത്തേണ്ടതായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഏറ്റവും മുകളിൽ നെയിം ഓഫ് ചൈൽഡ് എന്ന ഭാഗത്ത് കുട്ടിയുടെ പേര് രേഖപ്പെടുത്തുക. അതിനുശേഷം ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ഫില്ലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ഫില്ലായിട്ട് വരുന്നത് കാണാം. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് കാറ്റഗറി എന്ന ഒരു ഓപ്ഷൻ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് റെസിഡൻറ്റ് ടൈപ്പ് എന്ന ഒരു ഓപ്ഷനും കൃത്യമായിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഫില്ല് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള ഒരു സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള ഒരു റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗർഭിണി പാലൂട്ടുന്ന അമ്മയുടെ രജിസ്റ്ററിലേക്ക് മാറുകയും കുട്ടി 0 to 6 വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ പാലൂട്ടുന്ന അമ്മയുടെ ആധാർ വെരിഫൈഡ് ആണ് എങ്കിൽ കുട്ടിയുടെ ആധാറും ഓട്ടോമാറ്റിക്കായി തന്നെ വെരിഫൈഡ് ആവുന്നതായിരിക്കും. പിന്നീട് കുട്ടിയുടെ ആധാർ വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അടുത്തതായി ഒരു മാറ്റം വന്നിട്ടുള്ളത് AWC മൈഗ്രേഷൻ എന്ന ഒരു ഓപ്ഷനിലാണ്. അതായത് മറ്റൊരു സെൻറ്ററിൽ നിന്നും ഒരു ഗുണഭോക്താവ് നമ്മുടെ ഏരിയയിലേക്ക് സ്ഥലം മാറി വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിൽ ചേർക്കേണ്ടത് AWC മൈഗ്രേഷൻ എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണ് പുതിയൊരു മാറ്റം വന്നിട്ടുള്ളത്. ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AWC മൈഗ്രേഷൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ AWC മൈഗ്രേഷൻ എന്ന ഒരു ചുവപ്പ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കുക. അതായത് പഴയ വെർഷനിൽ നമ്മളൊരു ഗുണഭോക്താവിനെ AWC മൈഗ്രേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ് പ്രകാരമുള്ള പേര് വെച്ച് സെർച്ച് ചെയ്തായിരുന്നു AWC മൈഗ്രേഷൻ ചെയ്തിരുന്നത്.
എന്നാൽ ഈ ഒരു പുതിയ വെർഷനിൽ ആ ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ വെച്ചാണ് സെർച്ച് ചെയ്ത് AWC മൈഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആ ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു ഗുണഭോക്താവ് ഏത് സെൻറ്ററിൽ നിന്നാണോ വരുന്നത് ആ ഒരു സെൻറ്ററിൽ ഈ ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്തപ്പോൾ ആ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ ഒരു മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ടാവും. അതേ സെയിം മൊബൈൽ നമ്പറാണ് ഇവിടെ നൽകേണ്ടത്. അങ്ങനെ ആ മൊബൈൽ നമ്പർ ഇവിടെ നൽകി കഴിഞ്ഞാൽ ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നമ്മളിവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിനെ കണ്ടെത്തിയിട്ട് AWC മൈഗ്രേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് AWC മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വെർഷനിൽ വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ സ്റ്റെപ്പുകളും അടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അടുത്തതായിട്ട് സ്റ്റോക്ക് രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് THR എൻ്റർ ചെയ്യുന്ന ഓപ്ഷനിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഡെയിലി ട്രാക്കറിൽ ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, 6 to 3 കുട്ടികൾ ഇവർക്ക് നൽകുന്ന THRൻ്റെ ഓപ്ഷനിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ THR എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. അതായത് ഡേയ്സ് എന്നതിൻ്റെ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആയിരിക്കും. അതായത് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ലിസ്റ്റായിട്ട് വരും. അതിൽ നിന്ന് നമുക്ക് എത്ര ദിവസത്തേക്കാണോ ദിവസങ്ങളുടെ എണ്ണം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് പാക്കറ്റ്സ് എന്നൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് സ്റ്റോക്ക് രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേഷനാണ്. അപ്പോൾ നിലവിൽ ഇതിൽ നമ്മൾ ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്നായിരിക്കും കാണിക്കുക. സ്റ്റോക്ക് രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷൻ വരുന്ന മുറക്ക് നമുക്ക് ആ ഒരു അപ്ഡേഷൻ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നമുക്ക് ഈ രീതിയിലാണ് THRൻ്റെ ഓപ്ഷൻ എൻട്രി ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ഡേയ്സ് കൃത്യമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള 20.6 കാണാൻ സാധിക്കുക. ഒന്ന്, സ്റ്റോക്ക് രജിസ്റ്റർ എന്നൊരു പുതിയ രജിസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2, AWC മൈഗ്രേഷൻ എന്ന ഒരു ഓപ്ഷനിൽ ഗുണഭോക്താക്കളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെ ഗുണഭോക്താക്കളെ സെർച്ച് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട്, ഗർഭിണികളുടെ രജിസ്റ്ററിൽ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റ് മദർ എന്ന ഒരു ഓപ്ഷനിൽ പുതിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഡെലിവറി ചേർക്കുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ ആ ഒരു സ്ക്രീനിൽ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഡെലിവറി ചേർക്കുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ പ്രൊഫൈൽ മാൻഡേറ്ററി ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കുട്ടിയുടെ ആധാർ വെരിഫിക്കേഷനും ചെയ്യാൻ സാധിക്കും. നാലാമതായിട്ട്, അബോർഷന്, മിസ്കാരേജ്, സ്റ്റിൽ ബർത്ത് എന്നതിനായിട്ട് പുതിയൊരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമതായിട്ട്, വെരിഫൈ ആധാർ എന്ന ഒരു ലിസ്റ്റിൽ ആധാർ നമ്പർ മാസ്ക്ഡ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ വെർഷനായിട്ടുള്ള 20.6 നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.